അതേ, ഞാൻ അങ്ങുന്നിനെ കാണാൻ വരുന്നോണ്ട് നാട്ടുകാർ അതും ഇതൊക്കെ പറയുന്നുണ്ട്. നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അതിന് നമുക്കെന്താ? അതല്ല, നമ്മൾ 100 പ്രാവശ്യം സമയം നോക്കിയല്ലോ, അതില് അങ്ങ് പറഞ്ഞ 99 തെറ്റായി പോയില്ലേ? 99 കാര്യം തെറ്റായിപ്പോയെങ്കിലും 100ാമത്തെ കാര്യം ശരിയായില്ലേ? അത് ഇവിടുന്ന് ലാസ്റ്റ് ബസ് 7:45 എന്നുള്ളതല്ലേ? അത് ശരിയായിരുന്നു. അതാണ്, നാട്ടുകാർ വിവരദോഷികൾ അങ്ങനെ പലതും പറയും. ഇപ്പൊ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്ന്? അത് എല്ലാത്തിനും ഒരു തടസ്സമാണ്. വീട് പണിയൊന്നും നടക്കുന്നില്ല, പിന്നെ പെണ്ണിന്റെ കല്യാണം നടക്കുന്നില്ല, ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, നിങ്ങളുടെ സമയം എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നല്ല സൂപ്പർ സമയം. ഇത്ര നല്ല സമയമുള്ള ആളെ ഇതുവരെ കണ്ടിട്ടില്ല. എന്തും തുടങ്ങാം, ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ. നല്ല സമയല്ലേ? സന്തോഷമായി തുടങ്ങിക്കോളൂ, ഒന്നിനും ഒരു തടസ്സം ഉണ്ടാവില്ല. ആ വീട് പണിക്കുള്ള ദക്ഷിണ വെച്ചിട്ട് ധൈര്യമായി പോയിക്കോളൂ. ദക്ഷിണ? വീട് പണി തുടങ്ങുമ്പോൾ പോരെ? എൻ്റെ വീടിൻ്റെ പണി നാട്ടിൽ നടക്കുകയാണ്, അതിനു വേണ്ടിയുള്ള പൈസയാണ്. ഓ, പിരിവ്. ദരിദ്രവാസി. ഇതൊക്കെയാ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ചേട്ടാ, ഈ വീടൊക്കെ ഒന്ന് പുതുക്കി പണിയണം. പെണ്ണിന്റെ കല്യാണമൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇന്നലെ പണിക്കരെടുത്ത് പോയായിരുന്നു. നല്ല സമയമാണെന്ന് പറഞ്ഞു. നല്ല സമയമാണെന്നാ പണിക്കര് പറഞ്ഞത്. നല്ല സമയ ഒന്ന് പൊളിച്ചാടി. തലക്കല്ലേ പ്രശ്നം, കഴിക്കണ്ട. എടി, നീ ഒരു ഓട്ടോ വിളിച്ചു തരുമോ? എന്ത് പറ്റി? തലവേദനിക്കുന്നുണ്ടോ? നമ്മുടെ ആ തെങ്ങിന്റെ സമയം തീരെ ശരിയല്ല. ആ സമയം നോക്കിക്കണം. എപ്പോഴും തേങ്ങ വീണോണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്താ തലക്ക് ഭ്രാന്തുണ്ടോ? നിങ്ങളുടെ സമയം ഇന്നത്തോടെ തീരും. ഇനിയിപ്പോ ഇവളുടെ സമയമാണോ ദൈവം പ്രശ്നം? ഇവളുടെ സമയം കൂടി ഒന്ന് നോക്കിക്കണം.